Z²/n² EV എന്ന് പറഞ്ഞു കിട്ടി. അത് ഓർത്താണ് നമ്മൾ ഈ കൈനറ്റിക് എനർജി, അതേപോലെ പൊട്ടൻഷ്യൽ എനർജി, അതേപോലെ ടോട്ടൽ എനർജി, ഇവരെല്ലാവരും നമ്മൾ എനർജീസാണ് അല്ലേ. എനർജിയും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. വർക്കും എനർജിയും വർക്കും ഏറെക്കുറെ സെയിം തന്നെയാണ്. വർക്കാണ് കൺവേർട്ട് ചെയ്ത് എന്തായി മാറുന്നത്, എനർജി ആയിട്ട് മാറുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇവന്മാരാരും ആയിക്കോട്ടെ യൂണിറ്റ് എന്താ വരുന്നത്, യൂണിറ്റ് ആക്ച്വലി വരുന്നത് ജൂളാണ്. യൂണിറ്റ് വരുന്നത് SI യൂണിറ്റ് വരുന്നത് എന്താണ്, ജൂളാണ്. ഓക്കെ, അപ്പോൾ SI യൂണിറ്റ് ജൂൾ വരും. പക്ഷെ നമ്മളിവിടെ പറയുന്ന എല്ലാത്തിൻ്റെയും കേസ് ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഈ ജൂൾ വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴേക്ക് ഇലക്ട്രോൺ വോൾട്ട് ഭയങ്കര ചെറുതാണ്, EV ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓർ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഒക്കെ നോക്കുമ്പോഴേക്കും ആ വാല്യൂസും ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമ്മൾ ജൂളിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യും എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര ചെറിയ വാല്യൂസ് എപ്പോഴും റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പവർക്ക് കുറച്ച് എപ്പോഴും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോൺ വോൾട്ട് യൂസ് ചെയ്യുന്നത്. ആരാണ് വലുതെന്നാണ് പറഞ്ഞത്, ജൂളാണ് വലുത് ആരെക്കാളിയും, ഇലക്ട്രോൺ വോൾട്ടിലും കാട്ടി. നമ്മളുടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓർ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര എനർജി എന്താണ്, ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു 10⁻⁻⁹ അങ്ങനെയുള്ള വാല്യൂസ് വരും, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആര് കൊണ്ടുവന്നത്, ഇലക്ട്രോൺ വോൾട്ട് എന്ന യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ കൺവേർഷൻ ഓർത്തിരിക്കുക. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണെന്ന് ചോദ്യം അങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഈനെ അങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ, അപ്പോൾ 1 ആണെങ്കിൽ 1 ഇൻറ്റു ഈയുടെ വാല്യൂ എത്രയാണ്, 1.6 ഇൻറ്റു 10⁻⁻⁻⁹ ആണ്. പക്ഷേ V ഇട്ട് കൊടുക്കരുത്, അതെന്തായി മാറും, ജൂളായി മാറും. അത് ഓർത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്, ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1.6 10⁻⁻⁹ ജൂൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ തിരിച്ചാണെങ്കിലോടാ ജൂളിനെ 1 ജൂൾ ഇസ് ഈക്വൽ ടു എത്ര ഇലക്ട്രോൺ വോൾട്ട് എന്ന് എങ്ങനെ എഴുതാം, തിരിച്ചെങ്ങനെ എഴുതാം, 1 ജൂൾ ഇസ് ഈക്വൽ ടു എത്ര ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും, ഈ 1.6 10⁻⁻⁻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ അല്ലേ. അപ്പോൾ എന്ത് വരും, 1/1.6 ഇൻറ്റു 10⁻⁻⁹ എന്ന് വരും. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. മനസ്സിലായില്ലേ, എനിക്കൊന്നുകൂടെ പറഞ്ഞുതരാം. വെയിറ്റ് ശ്രദ്ധിക്കേ. അതായത് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ വോൾട്ടിന് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ 1.6 10⁻⁻⁹ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അതായത് ഇപ്പം 2 ഇലക്ട്രോൺ വോൾട്ട് എങ്ങനെ നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യും, 2 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁹ ജൂൾ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, 1 ജൂൾ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ വോൾട്ടാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ഒരു ജൂളാണ്, ഒരു ജൂൾ. അപ്പോൾ ഇവിടെ ഒരു ജൂൾ മതി. ജൂളിൻ്റെ കൂടെയുള്ള ഇത്രയും ആൾക്കാരെ നമ്മൾ എപ്പോഴത്തേക്ക് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. 1 ജൂൾ എന്ന് പറയുമ്പോഴേക്കും 1 ഡിവൈഡഡ് ബൈ, അതായത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് ഡിവിഷൻ അല്ലേ, ഇവൻ താഴെ പോകത്തില്ലേ അല്ലേ. ഇവിടെ ജൂളിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് നമ്മൾ 1.6 10⁻⁻⁹ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവൻ താഴെ പോകും. അപ്പോൾ എന്ത് വരും, 1/1.6 ഇൻറ്റു 10⁻⁻⁹ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. അല്ലെങ്കിൽ 1 ജൂൾ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം, ഈ 1/1.6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.625 ആണ്. അപ്പോൾ 625 ഇൻറ്റു 6.25 ഇൻറ്റു 10⁻⁻⁹ മേലോട്ട് വരുമ്പോൾ 10⁻⁹ ആവും അല്ലേ. അതിന് ഒരു ഡെസിമൽ ഞാൻ ഇവന് കൊടുത്തു. അങ്ങനെ വരുമ്പോഴേക്കും ബാക്കിയുള്ളത് 10⁻⁸ ആണ്. അപ്പോൾ ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.25 ഇൻറ്റു 10⁻⁸ ഇലക്ട്രോൺ വോൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജൂളാണ് വലുതെന്ന് പറഞ്ഞത്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇലക്ട്രോൺ വോൾട്ടാണ് ഉണ്ടോ. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁸ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വാല്യൂ ആണ്. അപ്പോൾ അത്രയും ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു ജൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ആരാണ് വലുത്, ജൂളാണ് വലുത്. ഉണ്ടോ, മനസ്സിലാവുക. നമുക്കിപ്പോൾ ഈ ആറ്റംസിൻ്റെ കേസിലുള്ള എനർജീസ് ഇതിൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്താലും കിട്ടുന്ന എനർജിയൊക്കെ ഭയങ്കര സ്മോൾ ആയിരിക്കും, ഭയങ്കര ചെറുതായിരിക്കും. അപ്പോൾ അത് ജൂളിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന പറയുമ്പോഴേക്കും ഭയങ്കര ചെറുതായിരിക്കും, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്ത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺ വോൾട്ടിനെ യൂസ് ചെയ്ത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. 1 ഇലക്ട്രോൺ വോൾട്ട് അതെന്തൊന്നും ജസ്റ്റ് എഴുതിയിട്ടേ കേട്ടോ.